നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ആരതിയിൽ കൈവച്ച സത്യം ചെയ്യേ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ശാലിനിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. സത്യം ചെയ്യടാ. നിന്നോടാ പറഞ്ഞത് സത്യം ചെയ്യാൻ. സത്യം ചെയ്തില്ലെങ്കിൽ ഈ അമ്മയുടെ ചാവം കാണേണ്ടി വരും നിനക്ക്. അയ്യോ, സത്യഭാമയെ പറയുന്നത് വാക്കു പാലിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന സത്യഭാമ. സത്യം ചെയ്യടാ. പെറ്റമ്മയുടെ ജീവനേക്കാൾ വലുതാണല്ലടാ നിനക്ക് ശാലിനി. ചെയ്യടാ. ശാലിനിയെ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് സത്യം ചെയ്യടാ. കൃഷ്ണേട്ട, ഈ സത്യം നീ ലംഘിക്കുന്നതിന്റെ അടുത്ത നിമിഷം സത്യഭാമയുടെ മരണോ. മരണം ചൊത്തുകളയും ഞാന്. ഒരു കാര്യം കൂടി, ദൈവത്തിന് മീതെ മാത്രമല്ല ശാലിനിക്ക് മീതെ കൂടി ഈ സത്യം. ചെയ്ത സത്യം തിരിച്ചെടുക്കാൻ പറ്റില്ല വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ കുട്ടി, എന്താ പറ്റി? കുട്ടി കണ്ണു തുറക്ക്. എന്തു പറ്റി മോളെ? പെട്ടെന്നൊന്ന് തല കറങ്ങിയതാ. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ചേട്ടൻ ഒരു വണ്ടി വിളിക്കേ. വീട് വരെ ഞാനും കൂടി വരാം. തനിച്ചു പോണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. പറയുന്നൊന്ന് കേക്ക് വെച്ചേ. ഈ കുട്ടി വീട്ടിൽ കൊണ്ട് ആക്കി തരും. ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? വരൂ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ഞാൻ കൊണ്ടുചെന്ന് ആക്കിക്കോളാം.
വരൂ വരൂ. കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ മോളായിരിക്കും സ്വീകരിക്കാൻ ഇറങ്ങി വരികയെന്നാ ഞാൻ കരുതിയത്. മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിച്ചേനെ. ആ, അവൾ അമ്പലത്തിൽ പോയിരിക്കുക. ആ. പറ്റാവുന്ന അവസരത്തിലൊന്നും അത് മുടക്കാറില്ല എന്റെ കുട്ടി. അതിനെന്താ, അത് നല്ലതല്ലേ? അല്ലെങ്കിൽ തന്നെ അമ്പലവും ദൈവങ്ങളും ഒക്കെ ആണല്ലോ സുജാതയും നിത്യയും തമ്മിൽ അടുപ്പിച്ചതും ഈ ബന്ധത്തിലേക്ക് നയിച്ചതും. വരൂ. ഇരിക്ക. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ മോള് വരണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓ, ധാരാളം. അമ്മയാണെങ്കിൽ നിത്യേച്ചിയുടെ വീട്ടില് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ എന്താ മാർഗമെന്ന് നോക്കിയിരിക്കുക. നിത്യമോളുടെ കാര്യം ഞാൻ എപ്പോഴും ഇവളോടല്ലേ പറയുന്നേ. അതാ. അല്ല, സാറിന് എന്നാ തിരിച്ചു പോണ്ടേ? അയ്യോ, സാറൊന്നും വിളിക്കണ്ട കേട്ടോ. രഘു, അത് തന്നെ ധാരാളം. തിരിച്ചുപോക്കിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. അയ്യോ വീണേ, എന്തു പറ്റി? വഴിയില് ഈ കുട്ടി ഒന്ന് തല കറങ്ങി വീണു. അയ്യോ മോളെ, വീണേ എന്തു പറ്റിയടി? ഒന്നുമില്ല മുത്തശ്ശി, എനിക്കൊന്ന് കിടക്കണം. രാമകൃഷ്ണനും ഹരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. നീ ഒന്ന് അവരെ വിളിച്ചേ. അവരെ ഒന്നും വിളിക്കണ്ട, ഇതൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. വെയിലത്ത് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. പിന്നെന്താ ചെയ്യാ? കുട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയെന്ന് വെച്ചാ വിളിക്കാട്ടോ. കുഴപ്പമില്ല, താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് കിടക്കട്ടെ. പനിയൊന്നുമില്ല, വെയിലത്ത് പോയതിന്റെ. കുഴപ്പമില്ല മുത്തശ്ശി. എന്നാ കിടന്നോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സേതുമാധവൻ എന്ന പേര് കേൾക്കുന്നിടത്തെല്ലാം എന്റെ അച്ഛന്റെ പേര് വേണം കേൾക്കാൻ. ഇത്രയും കാലം പാർട്ട്ണർ എന്നൊരു പേര് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. രാജാവിനെ പോലെ ഭരിക്കുന്നതും ലാഭം കൊണ്ടുപോകുന്നതും എല്ലാം സേതുമാധവനാണ്. അയാളിപ്പോ രാത്രി എന്ന് പറഞ്ഞ പാവ എന്റെ അച്ഛനത് വിശ്വസിക്കും. സഹോദര തുല്യനായ കൂട്ടുകാരനാണ്, ബിസിനസ്സിൽ പകുതി പങ്ക് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അച്ഛനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ടാ അമ്മാവനോട് പറഞ്ഞ് പ്രഭാകരൻ സാറിനെ വിളിപ്പിച്ചത്. ഒരൊറ്റ കാര്യമുള്ളൂ, നാളത്തെ റവന്യൂ ഓഫീസ് കെട്ടിട ലേലം മുതൽ ഇനി അങ്ങോട്ടുള്ള കോളേജ്, പൈപ്പ് ലൈൻ തുടങ്ങിയ എല്ലാ കൊട്ടേഷനുകളും അവന്തിക ഗ്രൂപ്പിന് കിട്ടണം. സേതുമാധവൻ എന്നേക്കുമായി ഫീൽഡ് ഔട്ട് ആവുകയും വേണം. എന്തു പറയുന്നു? അവന്തിക ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒരു സീനിയർ ക്ലർക്കായ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന പലയിടത്തും ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ വിജയമാണെന്ന് മാത്രമല്ല, പല വമ്പൻ ബിസിനസ്സുകാരെയും ഞാൻ തളർത്തിയിട്ടുമുണ്ട്, പലരെയും വളർത്തിയിട്ടുണ്ട്. അവന്തിക എല്ലാം എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനുള്ളത് പറയാം. ഈ റവന്യൂ ഓഫീസ് കെട്ടിടം പണി തീർന്നു വരുമ്പോൾ അത് ചെയ്യിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് എത്ര ലാഭം കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓരോ ലേലവും നിങ്ങൾ അവന്തിക ഗ്രൂപ്പിന് കിട്ടുമ്പോൾ 20 ലക്ഷം രൂപ എനിക്ക് തരണം. ആ 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്നേക്കുമായി തകർത്തരാം. ഞാനിപ്പോ പറഞ്ഞതിന് അവന്തിക സമ്മതിക്കുകയാണെങ്കിൽ നാളത്തെ ലേലം അത് അവന്തിക ഗ്രൂപ്പിന്. എന്തു പറയുന്നു? സമ്മതം. ഇതിൽ രൂപയുടെ കണക്ക് ഞാൻ നോക്കുന്നില്ല.
ജയം മാത്രമേ മുന്നിൽ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ചെറിയൊരു അഭിമാന പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ പണം ഇന്ന് തന്നെ കിട്ടണം. ദാ, ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ തുക എഴുതിയെടുക്കാൻ സാറിന്. നമ്മളിതിപ്പോ നിസ്സാരമായി പറഞ്ഞെങ്കിലും ഇതിനിടയ്ക്ക് ചില കളികൾ കളിക്കേണ്ടതുണ്ട്. അതിലേറ്റവും എളുപ്പം ബ്രൈബറി ആരോപിച്ച് നെല്ലിശ്ശേരി ഗ്രൂപ്പിനെ ഒഴിവാക്കുക എന്നതാണ്. കൈക്കൂലി കൊടുത്ത് കൊട്ടേഷൻ പിടിക്കാൻ ശ്രമിച്ചുവെന്ന് പുറം ലോകം അറിയുന്നതോടെ ഈ പറയുന്ന സേതുമാധവൻ മാനസികമായി തകർന്നോളും. അതിന് നാളെ ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുറച്ച് പണം എന്റെ കയ്യിൽ തരണം. അതും പണമായിട്ട് തന്നെ തരണം. ബാക്കിയൊക്കെ ഈ പ്രഭാകരനേറ്റു. അവന്തിക നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ നാളെ നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യ പടിയാണ്. അവന്തിക ധൈര്യമായിട്ട് പോകും. എന്നിട്ട് നാളെ രാവിലെ അങ്ങ് വന്നാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാമ്പാറിന്റെ മണമാണോ ഇത്? ഇന്നെന്താ ഇത്ര പ്രത്യേകത? ഇന്ന് സീമേറ്റി ഇല്ലല്ലോ. ഞാൻ പിന്നെ കഴിച്ചോളാം മാളു. നിങ്ങൾ കഴിക്കേ. അതെ, ഗംഗ കൂടി ഇരുന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് എടുക്കാൻ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ? അത് ശരിയല്ല. ഇതാ നല്ലത്. അതെ, നാത്തവും പറഞ്ഞത് വളരെ ശരിയാ. ഇതെന്താ ഇങ്ങനെ? ഇതിന് ഗൗരി ഉണ്ടാക്കുന്ന അതേ രുചിയാണല്ലോ. അതെങ്ങനെ ഗംഗ ഉണ്ടാക്കിയപ്പോ വന്നു? ഗംഗയ്ക്ക് എങ്ങനെ ആ കൈപ്പുണ്യം കിട്ടി? ആഹാരം എങ്ങനെയുണ്ട് മഹിയേട്ടാ? ആ, കുഴപ്പമില്ല. മഹിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും രുചി ഉണ്ടായിട്ട് മഹിയേട്ടൻ നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ. അവൾക്കത് വിഷമമായി, എനിക്കത് സന്തോഷമായി. മഹിയേട്ട, ഇത് നല്ല രുചിയുണ്ട് ഗംഗേ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. നീയല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. അതെന്താ? ഗംഗ നിന്റെ ആളല്ലേ, അപ്പൊ സത്യം പറയില്ലല്ലോ. പക്ഷേ ഞാൻ മുഖത്ത് നോക്കി സത്യം പറയും. സാമ്പാർ അത്ര അങ്ങ് ശരിയായില്ല. ചട്നിക്കാണെങ്കിൽ എന്തോ ഒരു ചൊവയും. പിന്നെ ഉച്ചവരെ വിശക്കാതിരിക്കണമല്ലോ എന്ന് കരുതി അങ്ങ് കഴിക്കുക. ശ്രേയ, 2 ഇഡലിയും എടുത്തേ. ഇത്തിരി സാമ്പാറും ആ ചട്നിയും കൂടെ. കറി കൊള്ളില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നേ? ഞാനേ മരുന്ന് കഴിക്കുന്നോണ്ട് ആഹാരം നന്നായി കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടേ ഇഡ്ഡലിയൊക്കെ ഞാൻ വെറുതെ വിഴുങ്ങുക. ഗംഗെ, നോക്കി നിൽക്കാതെ എല്ലാം എടുത്തോണ്ട് വാ.
ഗംഗേ, ഗൗരി ചേച്ചി, പതുക്കെ. നീ വിഷമിക്കണ്ട. ആഹാരം എല്ലാവർക്കും ഇഷ്ടായി. പ്രത്യേകിച്ച് മഹിയേട്ടന് ഒത്തിരി ഇഷ്ടായി. ഇപ്പൊ തന്നെ 5 എണ്ണം കഴിച്ചു. എല്ലാവരും നിന്നെ വിഷമിപ്പിക്കാൻ നുണ പറയുന്നതാ. നീ അതൊന്നും കേട്ട് സങ്കടപ്പെടരുത്. സന്തോഷായിട്ടിരിക്കണം. ശരി ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ പൂജ നടത്തണമെന്ന് ഞാൻ പറഞ്ഞ അതാരും സമ്മതിക്കില്ല. പക്ഷെ പൂജ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ശ്രേയച്ചി ഇനിയും മഹേട്ടനെ ശല്യം ചെയ്യും. അത് അനുവദിക്കാൻ പറ്റില്ല. ഗംഗേ, ഗൗരി ചേച്ചി, ഗംഗ എന്തോ വലിയ ആലോചനയിലാണല്ലോ. അത് ഞാൻ ശ്രേയച്ചയുടെ നാടകം കളി അവസാനിപ്പിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അത് അവരെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാന്നുള്ള വഴി ആലോചിക്കുക. എന്തിയന പ്ലാൻ? പടിഞ്ഞാറ്റല്ലത്തെ നാരായണ ഭട്ടതിരിയെ ഞാൻ പോയി കണ്ട് സംസാരിച്ചിരുന്നു. തിരുമേനി എല്ലാ സഹായവും ചെയ്യാന്ന് സമ്മതിക്കുകയും ചെയ്തു. ശ്രേയച്ചയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാൻ ഒരു പൂജ നടത്തി ശ്രേയച്ചയുടെ കള്ളക്കളികൾ അവസാനിപ്പിക്കണം. പക്ഷേ അതിന് അവര് സമ്മതിക്കാതെ ആ പൂജ ഇവിടെ നടത്താൻ സാധിക്കില്ലല്ലോ. മഹിയേട്ടൻ പറഞ്ഞ അവര് സമ്മതിക്കും. പക്ഷേ മഹിയേട്ടോട് ഞാൻ പറയാന്ന് വിചാരിച്ച ഇപ്പോഴത്തെ മഹിയേട്ടന്റെ രീതികള് ഗൗരി ചേച്ചിക്ക് അറിയില്ലേ. എന്നോട് എന്തോ പിണക്കുള്ളതുപോലെ പെരുമാറുന്നത്. മാളുവിനെ കൊണ്ട് പറയിച്ചാലോ? മാളു പറഞ്ഞ മഹേട്ടൻ അനുസരിക്കും. അതിന്റെ കൂടെ ഞാനും പറയാം. എങ്കിൽ അങ്ങനെ ചെയ്തോ. ശരി ചേച്ചി. പിന്നെ അതിനു മുൻപ് ഗംഗ മഹേട്ടനോട് സംസാരിച്ച് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താന്ന് മനസ്സിലാക്കണം. മഹേട്ടന്റെ മനസ്സിൽ എന്തോ കേറിക്കൂടിയിട്ടുണ്ട്. അത് ആരെങ്കിലും എന്തെങ്കിലും മനഃപൂർവ്വം നുണ പറഞ്ഞു കൊടുത്തതാവാനാണ് സാധ്യത. അതെന്താണെന്ന് അറിയണം. ഞാൻ ചോദിച്ചിട്ട് മഹേട്ടൻ പറഞ്ഞില്ലെങ്കിലോ? ഗംഗ ഒന്ന് നിർബന്ധിച്ച് നോക്കിയാ മഹേട്ടൻ പറയാതിരിക്കില്ല. മുൻപ് ഞാൻ ഈ രീതിയിൽ പെരുമാറിയപ്പോ മഹേട്ടൻ പല പ്രാവശ്യം എന്നോട് കാരണം ചോദിച്ചിട്ടും എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറയാതിരുന്നതിന്റെ കാരണം ചേച്ചിക്ക് അറിയാലോ. എനിക്ക് അതിനുള്ള സാഹചര്യമോ അവസ്ഥയോ ഇല്ലായിരുന്നു. മഹേട്ടന്റെ അമ്മ ഞാൻ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരുന്നു. അതിന് തക്കതായ കാരണങ്ങൾ പറഞ്ഞെന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതുപോലെ മഹേട്ടനെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞിരിക്കുകയാണെങ്കിലോ? മഹേട്ടന്റെ കാര്യത്തിൽ അങ്ങനെയൊരു ചിന്തയൊന്നും വേണ്ട. മഹേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമോ ചോദ്യമോ കയറിക്കൂടിയ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനും സത്യം അറിയാനും മഹേട്ടൻ ശ്രമിക്കും. ഗംഗ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം മഹേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് മാളുവിനെ കൊണ്ട് പൂജയുടെ കാര്യം സംസാരിപ്പിക്കും. ശരി ചേച്ചി, അങ്ങനെ ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു ആദ്യം താലി കിട്ടിയ പെണ്ണാമ്മു. സഞ്ജുവിന്റെ ആദ്യത്തെ ഭാര്യ. അവളുടെ ഭർത്താവിനെ തേടി ഞാൻ അലഞ്ഞപ്പോഴൊക്കെ അത് സഞ്ജു ആണെന്ന് ഞാൻ അറിയാതെ പോയി. സഞ്ജുവിന് എങ്ങനെ എന്റെ മുന്നിൽ ആ സത്യം ഒളിപ്പിച്ചു വെച്ച് പ്രണയം നടിക്കാൻ കഴിഞ്ഞു? അമ്മു എവിടെ നിന്നോ വന്ന പെണ്ണ്. അതുപോലെയാണോ സഞ്ജു?
ഓർക്കുന്ന കാലം മുതൽ ഒന്നാവാൻ സ്നേഹിച്ചവര് എന്നെ മറന്ന് എങ്ങനെ സഞ്ജുവിനെ ഏതോ നാട്ടിൽ ചെന്നൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മനസ്സ് വന്നു. അന്ന് ഞാൻ തച്ചിലെടുത്ത് അമ്മുവിന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോയപ്പോ അമ്മു സഞ്ജുവിനെയും കൂട്ടി അവിടെയും വന്നു. അമ്മു ദാനം തന്ന ജീവിതം എന്റേത്. അവളുടെ ഔദാര്യം എനിക്കിനി വേണ്ട. സഞ്ജുവിന്റെ ആദ്യ ഭാര്യയുടെ ഔദാര്യം കൊണ്ട് എന്തിനു ഞാൻ സഞ്ജുവിന്റെ രണ്ടാം ഭാര്യയായി ജീവിക്കണം? എനിക്കിനി ജീവിക്കണ്ട. വേഗം വാ പ്രഭേ. ഒരു അത്യാവശ്യം വന്ന പ്രഭേ കാണില്ല. അയൽക്കാരോട് പോയി സംസാരിച്ചോണ്ട് നിന്നോളൂ. ഞാൻ അറിഞ്ഞോ മോള് വഴക്കിട്ട് വന്ന വിവരം? പ്രഭ ഇങ്ങോട്ട് വന്നേ. മോളെ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, മോളെ മോളെ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി വിളിക്കുന്നേ. മോളെ വാതിൽ തുറക്ക്. ശ്രീകുട്ടി നീ വാതിൽ തുറക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. വാതിൽ തുറക്ക് മോളെ. മോളെ അച്ഛൻ പറഞ്ഞിട്ട് എന്താ നീ വാതിൽ തുറക്കാത്തത്? മോളെ ശ്രീകുട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയണം. തമാശയ്ക്ക് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. എന്താ സംഭവിച്ചത്? നീ ആ കാര്യം പറ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലെങ്കിൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വാതി ഹാപ്പി ആയിരുന്നു. അമ്മ കോളേജിലും പോയിരുന്നു. അവിടെ സംഭവിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇനി അവള് സത്യം തിരിച്ചറിഞ്ഞു. സത്യം തിരിച്ചറിയാതെ ശ്രീകുട്ടി ഇത് ചെയ്യില്ല. ഇനി ജീവിക്കണ്ടെന്ന് അവള് തീരുമാനിക്കാൻ അതല്ലാതെ മറ്റെന്താടാ കാര്യം? നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ വീട്ടിൽ നിന്നാ എന്റെ മോള് കരഞ്ഞോണ്ട് ഓടി വന്നത്. അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് എന്ത് ഉറപ്പില്ല നീ എന്നോട് പറയുന്നേ? നീ സമാധാനം പറഞ്ഞേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശ്രീകുട്ടി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ നീ ഇങ്ങോട്ട് വരണമെന്നില്ല. അങ്കിൾ ഞാൻ അവള് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അവളെന്നല്ല ഞങ്ങളും. പ്രഭേ ഒന്ന് വേഗം വാ, ഡോക്ടർ അന്വേഷിക്കുന്നു. സ്വാതി, എന്തിനു നീ ഇത് ചെയ്തു?
സ്വാതി എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. എന്താ കാരണം എന്നൊന്നും ചേച്ചി എന്നോട് പറഞ്ഞില്ല. ലച്ചു, നീ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളായിരുന്നു. അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിൽ മധുരം വാങ്ങിയ ഞാൻ ചേച്ചിയെ കാണാൻ ചെന്നത്. ചേച്ചി വാതിൽ തുറന്നതും മധുരം തട്ടിയെറിഞ്ഞു. എന്തൊക്കെയോ ചേച്ചിനോട് പറഞ്ഞു. ബഹളം കേട്ട് ഡോക്ടർ ഓടി വന്നപ്പോഴേക്കും ചേച്ചി ഇറങ്ങിപ്പോയി. പിന്നാലെ ചെന്ന് വിളിച്ചിട്ടും ചേച്ചി നിന്നില്ല. അവള് സത്യം മനസ്സിലാക്കിയോ? നിനക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? ഞാൻ നന്ദി കെട്ടവളാണെന്ന രീതിയിൽ ചേച്ചി കുത്തി നോവിച്ച സംസാരിച്ചത്. അറിഞ്ഞതായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ലാതെ സ്വാതി നിന്നോട് അങ്ങനെ പെരുമാറില്ല. അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച എന്തോ സംഭവമുണ്ട്. നിങ്ങൾ ചേച്ചിയെ പോയെന്ന് കാണാൻ സമാധാനമില്ലാതെ നിൽക്കാം. ചേച്ചി സത്യം വല്ലതും മനസ്സിലാക്കിയ എന്നോട് അങ്ങനെ പെരുമാറിയതെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ സ്വാതിയെ കാണാൻ പോവാ. ചിലപ്പോ കവിത പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഇളക്കി വിട്ടതായിരിക്കും. അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. കവിത പറ്റിയുടെ കളി തന്നെ ഇതിന്റെ പിന്നിൽ. അവൾ സത്യം തെളിവോടെ തിരിച്ചറിഞ്ഞെങ്കിൽ ലച്ചുവിനോട് അവളത് പറയാതെ പോവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പാർവതി, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നല്ലേ നീ ഇപ്പൊ പറയാൻ വന്നത്? കല്യാണം കഴിയുന്നത് വരെ പല്ലവി എന്നോട് നുണ പറയുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു സർ. അതിനുശേഷം എല്ലാം ഞാൻ അറിയുന്നത്. ദേവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പല്ലവി ഒരു നാടകം കളിച്ചതാണെന്ന് പറഞ്ഞ സാർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനിതൊന്നും പറയാതിരുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു സർ. പാർവതി, നിനക്ക് എന്തോ എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതല്ലേ? അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ? എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും നീ അതെ എന്നോട് പറയണമായിരുന്നു. നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് എല്ലാം തുറന്നു പറയാൻ നീ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നു. എങ്കിലിപ്പോ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എന്റെ അനിയനോട് മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്ത് പറയാനാ? അപ്പോഴത്തെ ബുദ്ധിക്ക് ഞാൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു പോയില്ലേ? എന്റെ ഭാര്യ എന്നോടൊരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായി പോയില്ലേ? ഒരു വിട്ടിയായി പോയില്ലേ ഞാൻ? ഞാൻ തോറ്റുപോയി. ഞാനായിട്ട് തോറ്റതല്ല, നീയായിട്ട് എന്നെ തോൽപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം സർ. പാർവതി, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ.
ഇനി ഇനി ഒരിക്കലും ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടാവരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് പ്രഭാവതി അമ്മയെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എത്ര നാൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ മുന്നോട്ട് പോവും? കൂടിയാൽ ഒരു 2-3 മാസം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ ഇവിടെയുള്ളവർ നിന്നെ സംശയിച്ചു തുടങ്ങും. നീ ഗർഭിണിയാണോ അല്ലയോ എന്ന് അവര് ചിന്തിക്കാൻ ആരംഭിക്കും. അപ്പോ എനിക്ക് നിനക്കും എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും? നീ കള്ളം പറഞ്ഞതാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞോ? പ്രഭാവതി അമ്മ അപ്പോ ആ നിമിഷം നിന്നെ ഇവിടുന്ന് പുറത്താക്കും. ആ പേടിയുണ്ടോ? മുൻകൂറായി ഞാൻ അവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. എടി, നമ്മൾ ചെയ്ത കുറ്റം നമ്മളായിട്ട് ഏറ്റുപറഞ്ഞ അതിന്റെ ഭവിഷ്യത്ത് എപ്പോഴും കുറഞ്ഞിരിക്കും. അതല്ലാതെ അവരായിട്ടത് കണ്ടുപിടിച്ച പിന്നീട് നമുക്കവിടെ വാ തുറക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഒഴിവാക്കാനാ ഒരു മുഴം മുമ്പേ ഞാൻ സത്യങ്ങൾ പ്രഭാവതി അമ്മയോട് അവതരിപ്പിച്ചത്. അതിപ്പോ കാര്യം. അതുകൊണ്ട് അവര് നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ല. സത്യം മനസ്സിലാക്കി നിന്നെ അവര് സ്വീകരിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇനി നിനക്ക് എന്നെ എന്തും പറയാം. നിനക്ക് എന്നെ തല്ലാം, ഇവിടെ നിന്ന് ഇറക്കി വിടാം. ചേച്ചി, ഞാൻ ചേച്ചിയെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ചേച്ചി ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ചേച്ചിയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്ക്. എന്നോട് മാപ്പാക്കണം. ഞാൻ അറിയാതെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് സാരമില്ല, നീ കരയാതിരിക്ക. ഇപ്പോ നിനക്ക് യാഥാർത്ഥ്യം ബോധ്യായില്ലേ? പല്ലവി, ഇപ്പോ പ്രശ്നങ്ങളെല്ലാം നന്നായി അവസാനിച്ചു. അതിൽ നീ സമാധാനിക്ക. പിന്നെ ഇനിയെങ്കിലും നീ സ്വപ്നലോകത്തിൽ ജീവിക്കാതെ വിപിനെ അനുസരിച്ച് അവനോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. പ്രഭാവതി അമ്മേ, അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പദ്ധതിയായിരുന്നല്ലേ? എന്റെ അനീതിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഏത് നാണയത്തിലാണോ എന്നെ തകർക്കാൻ നോക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോവാനോ? എനിക്കിപ്പോ പോണം. എന്താ കാര്യം? സാർ, നമുക്ക് പോവാം. സമയം എന്താ? എനിക്ക് പോണം. ശരി, പോ. ക്ഷമേ, എന്താ കാര്യം? നീ കാര്യം പറയേ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കാര്യല്ലേ, എല്ലാം പിന്നെ സംസാരിക്കാം.
ശ്യാമ സങ്കടപ്പെട്ടു പോയത്? എന്താ കാര്യം? വസുവിനോടാ ചോദിച്ചത് എന്താ ശ്യാമ സങ്കടപ്പെട്ടു പോയതെന്ന്. ഞാൻ ചില കാര്യങ്ങൾ അവളോട് ആവശ്യപ്പെട്ടു. അവൾക്കത് പറ്റില്ല. എന്ത് കാര്യം? എന്റെ അഖിമോന്റെ ആയുസിന് ദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചതല്ല വസു മറുപടി പറയുന്നത്. അതെ, ആ ചോദ്യത്തിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞേ. എന്റെ അഖിക്കൊന്നും സംഭവിക്കരുത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്കത് നിസ്സാരമാകാം. പക്ഷേ അഖിയുടെ അമ്മ ഞാനാ അവനെ പ്രസവിച്ചത്. അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് ശ്യാമയ്ക്ക് മനസ്സിലായി. അതാ അവള് പോയെ. ഇന്ന് ശ്യാമ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഞാൻ അവളെ വിടില്ല. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ശ്യാമയ്ക്ക് അത്ര സഹിക്കാൻ പറ്റാത്തത് എന്തോ താൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഞാൻ അഖിയെ ശ്യാമയെ വിളിക്കും. വസു പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിയും. അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ആവില്ല എന്റെ പെരുമാറ്റം. ഓർത്തോ? അമ്മ ശ്യാമ ഇത്രയ്ക്ക് വേദനിപ്പിക്കുന്ന എന്ത് കാര്യ പറഞ്ഞത്? അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്നാൽ ആ സന്തോഷമുള്ള കാര്യം എനിക്കിപ്പോ അറിയണം. അമ്മയെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമ, ശ്യാമ വിഷമിച്ചിരിക്കുന്നു അല്ലേ? എന്ത് വിഷമം? ഒന്നുമില്ല. എനിക്കറിയാം. വീട്ടിൽ പോയി അമ്മയെ കണ്ടത് മുതൽ ഇങ്ങനെയാ. ശ്യാമയെ റൂമിൽ വിളിച്ചോണ്ട് പോയിട്ട് അമ്മ എന്താ പറഞ്ഞെന്ന് മാത്രം ഇതുവരെ എന്നോട് പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ? എന്നാ ആ ജോൺസർ പറഞ്ഞില്ലേ, 1 വർഷത്തിനകം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായ അഖിൽ സാറിന്റെ ആയുസിനത് പ്രശ്നമാണെന്ന്. അതിപ്പോഴും അമ്മ വിശ്വസിച്ചിരിക്കാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ആ തെറ്റായ വിശ്വാസം അത് മാറ്റിക്കൊടുക്കണമല്ലോ. അല്ല, അഖിൽ സാറിന്റെ കാര്യം അമ്മയ്ക്ക് അത്രയും പ്രധാനമല്ലേ? അതുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയതായിരിക്കും. എന്നാലും അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിൽ അമ്മ വിളിച്ചപ്പോ എല്ലാം മറന്ന് നമ്മൾ പോയതാ തെറ്റ് അല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മൾ വിഷമിക്കുന്ന എന്തിനാ സാർ? ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുകയാണോ? എന്നാലും അമ്മ അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു. ഞാനിത് വിട്ടുകളയാൻ പലതവണ പറഞ്ഞു. വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞാ ഇനി പിണങ്ങുന്ന ഞാനാവില്ല. പിന്നെ മറ്റൊരാളായിരിക്കും.
അതാരാ? എന്റെ അച്ഛൻ വലിയ പെശകാണ്, ദേഷ്യക്കാരനെന്നൊക്കെ ഇപ്പോഴേ തീരുമാനം എടുത്ത് കാണും. അതാരാ? ദേ നേരിട്ട് എന്നെ ചോദിച്ച പിണക്കം മതി, എന്നെ ഒന്ന് ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് ബഹളം വെക്കുക. ആണോ മോളെ? അമ്മയുടെ വയറ്റിനകത്ത് ബഹളം വെക്കുക? മോളല്ല, മോൻ. അല്ല, ശ്യാമയെ പോലെ ഒരു സുന്ദരി മോള്. അല്ല, അഖിൽ സാറിനെ പോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കുസൃതിയുള്ള ഒരു മോൻ. ശരി, സമ്മതിച്ചു. എന്നാ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എന്താ പറയുന്നെന്ന് ഞാനൊന്ന് കേക്കട്ടെ. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? അച്ഛാന്ന് വിളിക്ക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ വിഭജനം നടന്ന വീടാണല്ലോ. എന്തായാലും ചെയ്തേ പറ്റൂ. കുഞ്ഞിന് കൊടുക്കുന്ന ബേബി ഫുഡാണല്ലോ. എന്തോ നാടി നീ ഇവിടെ നിന്ന് ജപിക്കുന്നത്? ജപിക്കാൻ ഞാൻ മുനിയൊന്നും അല്ല. കുഞ്ഞിന് പാല് വേണം. പാലെങ്ങനെയാ ചൂടാക്കണ്ടേന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്ത് വേണോന്ന് ആലോചിക്കായിരുന്നു. പാല് കാച്ചാനും ചായ ഉണ്ടാക്കാനും അറിയാത്തൊരു ഭാര്യ. ഞാൻ ആരുടെയും ഭാര്യയൊന്നും അല്ല. നിങ്ങളുടെ മകൻ ബലമായി എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി എന്നുവെച്ച് ഞാൻ ഭാര്യയാവോ? വെരി ഗുഡ്. നീ അവന്റെ ഭാര്യയാകരുത്. ഓ, അതാണല്ലോ എനിക്കും സന്തോഷം. നീ അവന്റെ ഭാര്യാവത അലങ്കരിച്ച ദേ നമ്മളായിരിക്കും മുഖ്യ ശത്രു. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. കുഞ്ഞിന് കൊടുക്കാനുള്ള ഈ പാലെങ്ങനെ കാച്ചും? ഇവക്കിട്ട് രണ്ടെണ്ണം കിട്ടാനുള്ളൊരു വേല ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇതാ നല്ല വഴി. ആ, പാലൊക്കെ ഞാൻ കാച്ചി തരാം. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഇവിടെ ഭാര്യയല്ലെന്ന് പറഞ്ഞാലും മൈഥിലി പോയ ഒഴിവിൽ അവൻ ഇവളെ ഭാര്യയാക്കാനാണ് താല്പര്യമെങ്കിലും അങ്ങനെയാണെങ്കിൽ അതെ, കൊച്ചിന് മാത്രമല്ല, കൊച്ചിന്റെ അച്ഛനും പാല് കൊടുക്കണം. കാർത്തിക്കിന് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാ രാത്രി ഉറങ്ങാൻ നേരത്തെ പാല് കുടിക്കുന്നത്. നീ പോക്കോ, പാല് ഞാൻ തിളപ്പിച്ചു വെക്കാം. കുഞ്ഞിനും കാർത്തിക്കിനും വേറെ വേറെ. താങ്ക് യു. അയ്യോ, അവരുടെ ഒരു താങ്ക് യു മുഖോടെ ചെന്ന് കിട്ടുമ്പോ താങ്ക് യു തിരുത്തി പറയാതിരുന്നാ മതി.
നിനക്കിട്ടൊരു പണിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ദാ മരുന്ന് കഴിക്കാം. അമ്മേ, മരുന്ന് കഴിക്കാൻ. എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ആഹാ, അത് കൊള്ളാലോ. മരുന്ന് കഴിച്ചില്ലെങ്കിലേ ഇവിടെ തല ഇറങ്ങി വീഴുന്നത് അമ്മയാ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. ഞാൻ തലകറങ്ങി വീഴുകയോ മരിക്കുകയോ ചെയ്യട്ടെ, ആർക്ക് എന്ത് ചെയ്തോ? അമ്മ മരിച്ച പിന്നെ ഞങ്ങൾക്ക് ആരാ അമ്മേ? അമ്മയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു. അമ്മ കൂടി പോയ പിന്നെ എനിക്ക് ഈ ലോകമില്ല. എല്ലാവരും ജനിച്ചതുപോലെ ഞാനും ജനിച്ചു. ജനിച്ചപ്പോ തന്നെ ഒരു ശാപവും കിട്ടി. കരഞ്ഞും മനസ്സൊരുകയും ജീവിച്ചോളാൻ. അങ്ങനെ ജീവിക്കുന്നു. ത്രേതായുഗം വരാൻ കാത്തുകിടന്ന അഹല്യെ പോലെ ഞാനും കാത്തുകിടക്ക ശ്രീരാമനെ. അഹല്യക്ക് ശാപമോക്ഷം കിട്ടി, എനിക്കത് കിട്ടിയില്ല. അമ്മ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കില്ല. അമ്മ ഇത് കഴിക്ക. നിന്നെ ശപിച്ചത് ആരാണെങ്കിലും നീ ചെയ്ത പുണ്യം കൊണ്ട് നിനക്ക് എന്തെങ്കിലും മോചനം കിട്ടും. മോളെ, ദൈവം നിന്റെ മനസ്സിൽ മാത്രമല്ല നിനക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. നിന്നെ കാത്തു രക്ഷിക്കുന്ന അതേ ദൈവം തന്നെയാ ഏതോ മുജ്ജന്മ സുഹൃത്തത്തിന്റെ സമ്മാനമായി നിന്നെ എന്റെ അരികിൽ എത്തിച്ചതും. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു സത്യം ഇപ്പൊ ഞാൻ കൺമുന്നിൽ കാണുക. മൂന്ന് മക്കളെ പെറ്റു വളർത്തിയ ഈ അമ്മയ്ക്ക് ഒരു തുണയായി എന്നും നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം. എന്താ അമ്മ? കാലമൊക്കെ കലികാലമായി മാറിപ്പോയി മോളെ. നൊന്തു പെറ്റ അമ്മയെ മക്കള് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കളയും പോലെ പെരുവഴിയിൽ കളയുന്ന കാലോ. ആ പൊക്കിൾക്കൊടി ബന്ധത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഞാൻ നൊന്തു പ്രസവിക്കാത്ത നീ എന്റെ മോള്, എന്റെ പൊന്നു മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.